തമ്മിലാണ് പിടിയിട്ടിട്ടുണ്ടാവും. 2 ചേരുവയുള്ള രുചിയിൽ കിടിലൻ ചിക്കൻ. അതായത് നിങ്ങൾ തയ്യാറാക്കി നോക്കുക തന്നെ വേണം. പിന്നെ എനിക്ക് ഇതിൽ ഇത്തിരി എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് നല്ലൊന്നും മൊരിച്ചെടുക്കാം. അതാണ് ഒന്ന് എടുത്ത് പറയാനുള്ള കാര്യമുള്ളൂ. എനിക്ക് വേറെ ഒന്നും ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയാനില്ല. നിങ്ങൾ തയ്യാറാക്കി നോക്കുക, അത്രയ്ക്ക് പറയാനുള്ളൂ. നമ്മൾ പണ്ട് 3 ചേരുവകൾ വെച്ചിട്ടിട്ടുണ്ട്. അതിനെക്കാട്ടി എളുപ്പവും വെറൈറ്റിയും പൊരി ടേസ്റ്റ്. പിന്നെ ഇനി അടുത്ത് നമ്മുടെ വീഡിയോ വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ദോശ എന്നൊക്കെ പറയാം, പക്ഷെ നമ്മൾ പണ്ട് കനം കുറഞ്ഞ ദോശ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇത് വെറൈറ്റി ദോശയാണ്, നിങ്ങൾ എന്തായാലും കാണണം. അതുപോലെ തന്നെ നമ്മൾ 2 ചേരുവ വെച്ചിട്ട് കുക്കറിൽ മുട്ടക്കറി ഇട്ടിട്ടുണ്ടായിരുന്നു. മുളക് പൊടി സവോള മാത്രം മതി, അടിപൊളി മുട്ടക്കറി ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ആ റെസിപ്പിയാണ് ഈ ദോശയ്ക്ക് പെട്ട കോമ്പിനേഷനാണ് മുട്ടക്കറി ഗോതമ്പ് ദോശ. ഗോതമ്പ് ദോശ മുട്ടക്കറി അതാണ് കോമ്പിനേഷൻ. അപ്പൊ ആ മുട്ടക്കറിക്ക് പറ്റിയ ഒരു അടിപൊളി ഗോതമ്പ് ദോശ വരുന്നുണ്ട്, കാണാൻ മറക്കരുത്. ഇനി അടുത്തത് നമ്മുടെ വീഡിയോ അതാണ്. പിന്നെ അതുപോലെ എനിക്ക് ഇതിൽ പറയാനുള്ളത്, ഇനി ഇതുപോലെ 2 ചേരുവകൾ വെച്ചിട്ടുള്ളത് ഈസി, ആരും ചെയ്യാത്ത രീതിയിലുള്ള ചിക്കൻ കറി ഒക്കെ വരാതിരിക്കണുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എന്തായാലും വേണം. അപ്പൊ എന്തായാലും ഈ റെസിപ്പി കണ്ടു നോക്കട്ടെ. ഇഷ്ടമായില്ലെങ്കിൽ അടുത്ത റെസിപ്പിയിൽ വായോ, ഏതെങ്കിലും ഒക്കെ എന്തായാലും ഇഷ്ടവും. കുറെ എണ്ണം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അപ്പൊ നമുക്ക് ഈ 2 ചേരുവ വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കട്ടെ ചിക്കൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എല്ലുള്ള കഷ്ണമുള്ളത് എടുക്കാം കേട്ടോ. ഇതിപ്പോ 250 ഗ്രാം എന്ന് പറയുമ്പോൾ 1/4 കിലോനുള്ളൂ. അപ്പൊ നിങ്ങൾ 1 കിലോ ചിക്കനൊക്കെ എടുക്കുമ്പോൾ ഇതിന്റെ ഡബിളായിട്ട് അളവ് സാധനങ്ങൾ എടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത്, ഇതാണ് മെയിൻ നമ്മുടെ ചേരുവ. ഞാനിപ്പോ ഇവിടെ 1/4 കിലോയിലേക്ക് വലിയ 6 വറ്റൽമുളക്, ഉണക്കമുളക് 6 അല്ലല്ലോ, 7 ഉണ്ട്. ഓക്കെ, എക്സ്ട്രാ കിടക്കട്ടെ. അപ്പൊ 6 മതിയാവും. ഞങ്ങൾക്ക് ഇത്തിരി നല്ല എരിവ് ഇഷ്ടം കൂട്ടാന്. അപ്പൊ നിങ്ങൾക്ക് തീരെ എരിവ് വേണ്ടാത്തവരാണെങ്കിൽ 6 എടുത്താൽ മതി. ഇതിൽ 7 ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു 7 വറ്റമുളക് എടുത്തിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഞാൻ 1 മണിക്കൂർ ഞാൻ കുതിർത്തിണ്ടായിരുന്നത്, മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ഇത് തണുത്തു പച്ചവെള്ളം പോലെയായി. പക്ഷെ ഇത് ഞാൻ 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് നല്ലൊന്ന് അരച്ചെടുക്കാം. ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പൂണൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതേ മിക്സിയുടെ ജാറിൽ. കണ്ട നല്ല ചപ്ലിയായി ഇട്ടിട്ടുണ്ട് നമുക്കിത്. അതെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഈ കുരു നല്ല വൃത്തിക്ക് നമുക്ക് അടിഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ച് നേരം കുതിർത്തണം കേട്ടോ. അപ്പൊ എത്ര നേരം കുതിർത്തി വെക്കണോ അത്രയും നമുക്ക് നല്ല മഷി പോലെ അരഞ്ഞു കിട്ടും വേഗം. ഇനി നമുക്ക് ഈ അരച്ചെടുത്തത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വല്ല കൈ വെച്ച് നമ്മൾ കൈയൊക്കെ നല്ല നീറ്റിലെടുക്കും. അപ്പൊ അതുകൊണ്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു തള്ളക്കൈയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളിനി ഇപ്പൊ ഇതിലേക്ക് കാശ്മീരി ചില്ലി എടുക്കണേന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും ഇതിനെക്കാട്ടും വിട്ട്. ഞാൻ സാധാ നമ്മുടെ നോർമല് നമ്മുടെ സാധാ വറ്റമുളക് എടുത്തേക്കുന്നത്. കാശ്മീരി ആണെങ്കിൽ നല്ല കളറും കിട്ടും. അപ്പൊ ഈ 6 എന്നുള്ളത് നിങ്ങളൊരു 10 ഒക്കെ ആക്കിക്കോട്ടെ, എരിവ് കുറയും അതിന്. അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. ഞാൻ ഇപ്പൊ ഇവിടെ 1/2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ തേങ്ങ അടിച്ചെടുക്കുന്ന നേരത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് അടിച്ചെടുക്കുക. അപ്പോഴാണ് നമുക്ക് ഈ കട്ടിയിലുള്ള തേങ്ങാപ്പാൽ കിട്ടുള്ളൂ. നല്ല കട്ടിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ വെള്ളം ചേർക്കാത്ത പാലാവുമ്പോൾ നിങ്ങൾ ഇതിൽ ചേർത്ത് വേവിക്കുന്ന നേരത്ത് പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് ഒരു സ്വല്പം തേങ്ങ മതി അടിച്ചെടുക്കുക. ആ തേങ്ങാപ്പാല് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുക. ബാക്കി എന്ത് ചെയ്യണം എന്നറിയോ, ഈ മിക്സിയുടെ ജാറുണ്ടല്ലോ ഇതിലേക്ക് ഇത്തിരി കൂടി ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ചൊഴിച്ച് വെച്ചാലേ ആ സത്ത മൊത്തം ഇതിലേക്ക് കിട്ടും. നല്ല ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അത് കുത്തിപ്പറിച്ചിടുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ചിലവർ ചോദിക്കാറുണ്ട് മഞ്ഞപ്പൊടി വേണ്ടേന്ന്. മഞ്ഞപ്പൊടി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാം. പിന്നെന്ന് വെച്ചാൽ ഈ തേങ്ങാപ്പാല് വറ്റി വരുന്നതനുസരിച്ച് ഇതിന്ന് എണ്ണ തെളിഞ്ഞു വരും. ആ എണ്ണയിൽ കിടന്നത് നല്ല നമുക്ക് മൊരിച്ച് കിട്ടും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അതിന്റെ പരിവം. ഇനി ഇതിൽ കിടന്ന് വേവണം. നിങ്ങൾക്ക് ഇത് തിളച്ചു തുടങ്ങുമ്പോഴേ ഇതിങ്ങനെ ഇത്തിരി ഇങ്ങനെ അവിടേക്ക് ഇവിടേക്കായിട്ട് ഇങ്ങനെ പിരിഞ്ഞ പോലെ തോന്നും. അത് എത്ര കട്ടി കുറഞ്ഞ പാല് ചേർത്താലും ചെറുതായിട്ടൊന്നും തോന്നും. അത് പ്രശ്നമില്ല കേട്ടോ. അത് അവസാനം ആകുമ്പോഴത്തേന് ഈ തേങ്ങാപ്പാലിന് എണ്ണ തെളിഞ്ഞ് അത് കറക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഇത് ഞാൻ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ആ തേങ്ങയിൽ നിന്നുള്ള എണ്ണ തെളിഞ്ഞു വരും. പിന്നെ ആ ചിക്കന്റെ നെയ്യും ഒക്കെ തെളിഞ്ഞു വരും. നമുക്ക് ഇതിലേക്ക് ഈ ഒരു പരിവായിട്ടാണ് നമുക്ക് കിട്ടുക. നല്ല ക്രീം പരിവായിട്ട് ഇരിക്കും. ഇതില് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഈ മണമാണ് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര മണം വരുന്നുണ്ട്. ഇനി തീ നമുക്ക് കുറയ്ക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കൂടി നമുക്കൊന്ന് ഇതിന്റെ കളർ ഒന്ന് മാറ്റിയെടുക്കണം. ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന്റെ ഒരു പരിവം. മൂടി വെച്ചിട്ട് വീണ്ടും ഒരു 10-15 മിനിറ്റ് ഏറ്റവും തീ കുറച്ച് വെക്കുക. ഇനി അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വെള്ളം തോന്നി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുമ്പോൾ ചിക്കനിൽ നല്ല വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കുക കേട്ടോ. വെള്ളം തോന്നി ഉണ്ടെങ്കിൽ
ഇതിപ്പോ പുളി ഇവിടുന്ന് വന്നതെന്ന് പോലും നമുക്ക് അറിയില്ല. സത്യം ഇതിലൊരു പുളി രസവും ഒക്കെ ഉണ്ട്. വെറുതെ തള്ളി മടക്കുന്നതല്ല, സത്യം പറയുന്നതാ. നല്ലൊരു പുളി രസവും ഒക്കെ ഉണ്ട് ഇതിന്. പിന്നെന്ന് വെച്ചാലേ നിങ്ങൾക്ക് ഇത്ര തേങ്ങാപ്പാല് ക്വാളിറ്റി ഇല്ലാത്ത തേങ്ങയാണെങ്കിൽ, അതായത് ഒരു മണ്ടത്തേങ്ങയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തേങ്ങാപ്പാലിൽ നിന്ന് എണ്ണ ചിലപ്പോൾ തെളിഞ്ഞൂന്ന് വരാൻ ചാൻസ് കുറവാണ്. ചിലപ്പോൾ ചില സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന നേരത്ത് ഇത്ര അങ്ങോട്ട് എണ്ണ തെളിയാറില്ല. നല്ല തേങ്ങയാണെങ്കിലാണ് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് കിട്ടുക തേങ്ങാപ്പാലിൽ നിന്ന്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണ കിരിക്കിരാന്ന് തെളിഞ്ഞ് ഇല്ലെങ്കിൽ മാത്രം ഒരു തുള്ളി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഈ നേരത്തെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അത് മുരിഞ്ഞ് കിട്ടും. പക്ഷെ വരും, ഓൾമോസ്റ്റ് ഇത് തെളിഞ്ഞ് വരും. കണ്ടാ ഇപ്പൊ തന്നെ ഒരു ജാതി മണാട്ടല്ല. നല്ല രസമുണ്ട് കഴിക്കാൻ ഇതിന്റെ തേങ്ങാപ്പാലിന്റെ രുചി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇനി ഒരു ഓപ്ഷൻ പറഞ്ഞാൽ ഇങ്ങനെ എടുക്കാത്ത നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ചപ്പാത്തിയിലേക്കൊക്കെ കഴിക്കാൻ നല്ല സ്വാദാണ്. ഇത്തിരി കൂടി പച്ച വെളിച്ചെണ്ണം മീത ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി കറിവേപ്പില പൊട്ടിച്ചിട്ടിട്ട് നിങ്ങൾക്ക് ഇത് ഈ ക്രീം രൂപത്തിൽ എടുക്കാം. ഞാൻ ഇപ്പൊ ഇതിലേക്ക് 1 ടീസ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം ആവണ്ട, 1 ടീസ്പൂണ് മതി. ഒന്നും കൂടി ഒന്ന് മുരിഞ്ഞോട്ടെ കിടന്നിട്ട്. ഒഴിച്ചില്ലെങ്കിൽ ഒരു തെറ്റുമില്ല, ഒഴിച്ചാൽ രുചി കൂടും, അത്രയേ ഉള്ളൂ. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂണ് ഗരം മസാല. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ എക്സ്ട്രാ ചേർത്ത് തരണം. നിങ്ങളിത് ഇതൊന്നും ചേർക്കാതെ തന്നെ രുചിച്ച് നോക്ക്, നല്ല സ്വാദുണ്ടാവും. ഈ ചിലവർക്കൊരു സംശയം ഉണ്ടാവും ഇത് ഇടാൻ പാടില്ലെന്ന്. ഇതൊക്കെ ചെയ്യാം, അതന്നെയാണ് ഞാൻ ഇട്ട് കാണിച്ചു തന്നത് നിങ്ങൾക്ക്. ഇട്ടുകൊണ്ട് ഇപ്പോൾ തെറ്റൊന്നുമില്ല, രുചി കൂടിയേ ഉള്ളൂ. വീണ്ടും ഞാൻ പറയുന്നു, ഇതൊന്നും ചേർത്തില്ലെങ്കിലും ആ 2 എണ്ണം മാത്രം മതി. തേങ്ങാപ്പാലും നമ്മുടെ വറ്റമുളക് അരച്ചതും ഉപ്പും മാത്രം മതി. കണ്ട, ഇനി ഞാൻ മൊരിക്കുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഫുഡ് കഴിക്കുന്ന സമയമായിട്ടുണ്ട് ഒരുവിധം. വിശന്നിട്ടും വയ്യ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കട്ടെ. ചൂടുണ്ട്. ഞാൻ ഇതേ ഇവിടെ കിടക്കണ ഈ മസാല ഉണ്ടല്ലോ, ഇതെന്നെ കഴിച്ചു നോക്കുമ്പോണ്ടല്ലോ ആ തേങ്ങാപ്പാലിന്റെ ഇതെല്ലാം ഇതിലേക്ക് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ രുചിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അപ്പുറത്ത് അവിടെ നാട്ടിലേക്ക് ഫോൺ വിളിയാണ്, നല്ല ഒച്ചയ്ക്ക് വരുന്നുണ്ട്. ക്ഷമിക്കട്ടെ എല്ലാവരും. അടിപൊളി അടിപൊളി, ഒന്നിനും കുറവില്ല. ഇന്നത്തേല് എനിക്കൊന്നും ഞാൻ എടുത്ത് പറയാനുള്ളതില്ല. ഇന്നെല്ലാം കറക്റ്റാണ്. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ വിഭവം തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ഇനി ഒന്നും ഞാൻ പറയണില്ല. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതിന്റെ കൂടെ കേട്ടാ. കണ്ട, നല്ല അലുവ കഷ്ണം പോലെ ഇല്ലേ ഓരോ പീസ്. നല്ല സ്വാദാ കഴിക്കാൻ. 1 മണിക്കൂർ മാക്സിമം ഒന്ന് കുതിർത്തിയാലേ നമുക്ക് നല്ല അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് നമ്മുടെ കുക്കറിൽ ഇട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അയ്യോ, കുക്കറോ? അതല്ല, ഞാൻ എക്സോസ്റ്റിന്റെ ചിന്തയിലേക്ക് പോയി. അത് വർക്ക് ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞാലൊക്കെ അത് പിടിച്ചിട്ടുണ്ടാവും. കുക്കറേ, ആ സത്ത മൊത്തം ഇതിലേക്ക് കിട്ടും. സത്തയാണോ സത്ത് സത്ത് അത് മതിയില്ലേ അടിച്ച്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഓൾറെഡി തമ്മിലാണ് പിടിയിട്ടിട്ടുണ്ടാവും. 2 ചെരുവെള്ളം മാതൃക രുചി കിടിലൻ ചിക്കൻ കറി, അതായത് തേങ്ങാപ്പാല്. അതൊക്കെ കൂടെ പറയണ്ട ഇൻട്രോയില്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ തേങ്ങാപ്പാല് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീണ്ടും തേങ്ങാപ്പാല് കറി ഒന്നു കട്ട് ചെയ്യണ്ട. 1 മിനിറ്റ് കട്ട് ചെയ്യണ്ട. 1 മിനിറ്റ് ചിരുളി കയറ്റി പിടിച്ച ചിരുളി കയറ്റി പിടി. ഓക്കെ, വേണ്ട. കൂടുതലായിട്ട് ഞാൻ ഈ വീഡിയോനെ കുറിച്ച് ഒന്നും പറയാൻ നിൽക്കണില്ല. പിന്നെ അടുത്തത് നിങ്ങൾ എന്തായാലും വീഡിയോ അങ്ങനെയാണ് പിടിയിട്ടുണ്ടാവും. 2 ചെരുവെള്ളം മാന്ത്രിക രുചിയിൽ കിടിലൻ കോഴിക്കൂട്ടാൻ, അല്ല കോഴി റോസ്റ്റ് എന്നൊക്കെ പറയാം. അതാണ് സംഭവം കേട്ടാ. അപ്പൊ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിക്കോളോ. നിർത്ത്, തിരുമ്പണേ. ചേട്ടാ ഒന്നും മെല്ലെ പറയോ? കണ്ട